morning once again. We can go to the another session of business management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അറ്റ് ദ സെയിം ടൈം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സും അതോടൊപ്പം തന്നെ അതിന് ഫേവറായിട്ട് വരുന്ന ഫാക്ടേഴ്സൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. CSR വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാം. മാത്രമല്ല അതുപോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് മനസ്സിലാക്കാനും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൂടെ, ഈ ഒരു സിലബസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കാനുമുള്ള ഒരു ഉത്സാഹം നിങ്ങൾ എന്ത് ചെയ്യുക, കാണിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെപ്സ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSRൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, ബിസിനസ് ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തുതന്നെയായാലും CSR എന്ന് പറയുന്ന കാര്യം ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദിസ് CSR നമ്മൾ കണ്ടെങ്കിലും നമ്മൾ എന്തിനായാലും CSRമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം അല്ലേ. നമുക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരിക്കലും നിൽക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ CSR ഇന്നെവിറ്റബിളായിട്ടൊരു പാർട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, and we can see it one by one, and there are mainly steps പഠിക്കുന്ന സമയത്ത് അവിടെ 7 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പ്രധാനമായും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലുക്ക് ഫോർ ദ റൈറ്റ് കോഴ്സ്. ആൻഡ് വാട്ട് മീൻ ബൈ റൈറ്റ് കോഴ്സ്? എപ്പോഴൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം CSR ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം എന്ത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം ഒരുപാട് CSR ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പെടും. അതേസമയം നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള, നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും പറ്റിയ, സ്യൂട്ടബിളായിട്ടുള്ള എന്ന് പറയുമ്പോൾ പല പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത് ചിന്തിക്കണം. അതായത് എക്കണോമിക് വയബിലിറ്റി അവിടെ വേണം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും അതേസമയം അത് പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എക്കണോമിക് വയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതോടൊപ്പം തന്നെ അത് വളരെ എഫിഷ്യൻ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള പേഴ്സണൽ ലൈക്ക് ലേബറേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. സൊസൈറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റിയ തരത്തിലുള്ള ആവശ്യത്തിനുള്ള എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ മാത്രമേ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ആൻഡ് വി ഷുഡ് സെലക്ട് ദ റൈറ്റ് കോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ റൈറ്റ് ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. വൺസ് ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് പിന്നെ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യം വരരുത്. സോ ഫസ്റ്റ്ലി അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എംപ്ലോയീസിനോട് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനോട് റിലേറ്റഡ് ആയിട്ടും അതോടൊപ്പം തന്നെ സൊസൈറ്റി ഒന്നാകെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു. അതേസമയം അതിലേതൊക്കെ ഒരെണ്ണം വേണോ, 2 എണ്ണം വേണോ, അല്ലെങ്കിൽ 3 എണ്ണം വേണോ, ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് വേണോ, അതിലേതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ലുക്കിംഗ് ഫോർ ദ റൈറ്റ് കോഴ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻവോൾവ് യുവർ കസ്റ്റമേഴ്സ് ഓൾസോ. Involve your customers. And who are customers? You may have heard about 2 different terms, that is consumers and customers. Is there any difference between consumers and customers? Certainly there are some differences between consumer and customer. Customers are the persons consuming goods for a longer time, consuming goods from the same business organization, or buying or purchasing
ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ സെയിം ഓർഗനൈസേഷൻ ഫോർ എ ലോങ്ങർ ടൈം. നമ്മൾ സാധാരണ സ്ഥിരം കസ്റ്റമേഴ്സ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന, സ്ഥിരമായിട്ട് സർവീസ് അവൈൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കസ്റ്റമേഴ്സ്. And from these customers we can collect the necessary opinion regarding your CSR and regarding your activity which you are going to take up as your CSR activity. തീർച്ചയായിട്ടും അവരുടെയും കൂടി അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മളതിൽ ഇൻവോൾവ് ചെയ്യണമെന്നില്ല. അതേസമയം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അത്രത്തോളം ലോയൽറ്റി തരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് CSR ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും അവരുടെയും കൂടി ഹെൽപ്പിൽ നല്ല രീതിയിൽ CSR ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ദാറ്റ്സ് ദ സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ ഈസ് സ്കോർ കാർഡ്. യു ക്യാൻ പ്രിപ്പയർ എ സ്കോർ കാർഡ് ഓർ സ്കോർ ബോർഡ് and it can be published in your premises, in the premises of your business organization, or it can be published in your website. At the same time, these scorecards and the scoreboards can be published in various social medias, in various WhatsApp groups. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒതൻറ്റിസിറ്റിയിലുള്ള നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള വേരിയസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾക്ക് ഈ സ്കോർ ബോർഡ് എന്ത് ചെയ്യാവുന്നതാണ്? പ്രദർശിപ്പിക്കാവുന്നതാണ്. ഇൻ ദിസ് സ്കോർ ബോർഡ് യു ക്യാൻ ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് യു ഹാവ് ഡൺ ഫോർ യുവർ ഫോർ ദിസ് സൊസൈറ്റി ഓർ ഫോർ ദിസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ CSR ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും വൺ ബൈ വൺ ആയിട്ട്, അത് ഏതൊക്കെ ഡേറ്റിൽ, എവിടെയൊക്കെ, ആർക്കൊക്കെ വേണ്ടി, ആരാണത് ചെയ്തത്, ഏത് സമയത്താണ് ചെയ്തത് എന്ന് കൃത്യം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള സ്കോർ കാർഡുകളും സ്കോർ ബോർഡുകളും എന്ത് ചെയ്യാവുന്നതാണ്? വെറുതെ പ്രിപ്പയർ ചെയ്തത് വെച്ചാൽ പോരെ. ഷുഡ് ബി പബ്ലിഷ്ഡ്. എവിടെയാണോ അത് പബ്ലിഷ് ചെയ്യേണ്ടത് അവിടെ നിങ്ങളത് എന്ത് ചെയ്തിരിക്കണം? പബ്ലിഷ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ പുറമേയുള്ള ആൾക്കാർക്ക് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? കണ്ട് മനസ്സിലാക്കി ദിസ് കമ്പനീസ് ദേ ആർ അഡ്ഹിയറിങ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് CSR എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് സ്കോർ കാർഡ്. Prepare a scorecard to display the achievements, and the website should show clearly the progress, but do not hesitate to point out the hurdles in the project. ഒരു കാര്യം കൂടി അവിടെ പറയുന്നത്, നമ്മളിങ്ങനെ സ്കോർ കാർഡും സ്കോർ ബോർഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഇൻക്ലൂഡ് യുവേഴ്സ് ഹഡിൽസ് ഓൾസോ. ഹഡിൽസ് മീൻസ് വാട്ട് ഓൾ ഇൻകൺവീനിയൻസസ് യു ഹാവ് ടു ഫേസ് വൈൽ ഡൂയിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ ഇൻകൺവീനിയൻസുകൾ, എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ ഇൻ്ററപ്ഷൻസ് ആണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതെല്ലാവരും അത് രണ്ട് കൈ നീട്ടി ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. നമ്മൾ പറഞ്ഞു അത് പല രീതിയിലാണ് പലരും എന്ത് ചെയ്യുക കാണുന്നത്. നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും CSRനെ എന്ത് ചെയ്യില്ല? ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവരിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഫേസ് ചെയ്യേണ്ടി വന്ന എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എന്തൊക്കെ ഹഡിൽസ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആ സ്കോർ ബോർഡിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം? എക്സിബിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ പബ്ലിക്കിന് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ആക്സെപ്റ്റിംഗ് വേരിയസ് മീഡിയ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഫോർ ദ കണ്ടക്ട് ഓഫ് ദിസ് CSR കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്. വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ ക്യാൻ ബി യൂസ്ഡ് for the effectiveness of this CSR. You know what are the different social media, and there is WhatsApp, there is Facebook, Instagram,
ഓൾ ദീസ് മെഷേഴ്സ് ആർ യൂസ്ഡ്. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സോഷ്യൽ മീഡിയ. സമൂഹത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിനെ ഒന്നാകെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസും ഇൻറ്ററാക്ഷൻസും നടത്തപ്പെടുന്ന ഒരു മേഖലയാണ് എന്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഏറ്റവും കൂടുതൽ പ്രകടമാക്കാൻ സാധിക്കുന്ന അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് ഉടനടി ഒരു റിയൽ ടൈം ബേസിസിൽ നമുക്കതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത. അപ്പോൾ ആവുന്നത്ര സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ അറിയിച്ചിരിക്കണം, അത് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്ന നാലാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ഈസ് tie up with NGOs. Tie up with NGOs. And who are NGOs? NGOs എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ? NGOയുടെ ഫുൾ ഫോം എന്താ? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. ഗവൺമെൻറ് ഓർഗനൈസേഷനുകളെക്കാളും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ദേ ഹാവ് സം more or deeper relationship with the സൊസൈറ്റിയായിട്ട് കുറച്ചും കൂടി ആഴത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് ഈ NGOs എന്ന് പറയുന്നത്. അപ്പോൾ ഈ NGOസുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് സമൂഹത്തിൻ്റെ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഏത് പ്രശ്നങ്ങൾ ആണ് നമ്മൾക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, ഏത് പ്രശ്നം ഏറ്റെടുത്താലായിരിക്കും നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ കുറച്ചും കൂടി ഈസിലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ദീസ് NGOs ഹാവ് വാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ യുവർ advantage, and they are well versed in the fundraising and philanthropic activities. ഫണ്ട്റേസിങ്ങിനോടനുബന്ധിച്ച് ചെയ്യാവുന്ന എത്രയും പെട്ടെന്ന് ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ പറ്റിയ ചില നൂതന മാർഗങ്ങളൊക്കെ ആർക്കറിയാം? ഈ NGOസിന് അറിയാം. സോ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കൂട്ടുപിടിക്കുന്ന ഒരു പരിധിവരെ എന്താണെന്നാണ് പറയുന്നത് നല്ല കാര്യമാണ്. ചില മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് ഉള്ളത് എന്നൊക്കെ അവർക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് NGOസിൻ്റെ പ്രത്യേകത. അപ്പോൾ NGOസായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതിനാണ് എന്നുള്ളതാണ് അവിടെ പറയുന്ന അഞ്ചാമത്തെ പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, സിക്സ്ത് വൺ ഈസ് publicity. Publicity should be given for each and every CSR activities. And when you bring out a press release about competitions, fundraising drives, contests and cultural programs to promote environmental protection issues, the media, both print and digital, will give good coverage. ഏത് CSR ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നല്ലൊരു കവറേജ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം, സാധിച്ചിരിക്കണം. ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണെങ്കിലും നല്ലൊരു രീതിയിലുള്ള കവറേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് രീതിയിലുള്ള, പ്രിൻറ്റഡ് മീഡിയ ആയാലും അതോടൊപ്പം തന്നെ പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ മീഡിയ അല്ലേ. പ്രിൻറ്റഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ജേർണൽസ്, നമ്മുടേതായിട്ടുള്ള ട്രേഡ് ജേർണലുകൾ, ഇതിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡിജിറ്റലായിട്ടുള്ള പരസ്യം നമ്മുടെ വെബ്സൈറ്റുകളിലൂടെ, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമുക്ക് പബ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യപ്പെടും എന്നുള്ളതാണ്, ഉപകരിക്കപ്പെടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ ഈസ് ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ന്യൂസ് ലെറ്റേഴ്സ്. മിക്കവാറും ഒരുവിധം ബിസിനസ് ഓർഗനൈസേഷനുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസാണ് ഐദർ ഇയർലി, ഒന്നില്ലെങ്കിൽ വർഷത്തിൽ ഒരെണ്ണമെങ്കിലും ഒരു ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു മാഗസീൻ, ട്രേഡ് ജേർണൽ എന്ത് ചെയ്യുക എന്നുള്ളത്, ഇറക്കുക എന്നുള്ളത്. സോ തീർച്ചയായിട്ടും അതിൽ നമ്മൾക്ക് ആ ഒരു വർഷം എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്തു, എസ്പെഷ്യലി CSR ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മളത് വർക്കൗട്ട് ചെയ്ത്, അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ടീം ഏതൊക്കെയായിരുന്നു, ടീമിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരെങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, ആ വർഷം എത്ര വരെ നമ്മൾ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോയി, ഇനിയും ബാലൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്
ഏതൊക്കെയാണ്, ഇനി എത്ര വർഷം എടുത്തിട്ടാണ് ആ പ്രോജക്റ്റ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുക, ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്തിൽ ചെയ്യാനായിട്ട് സാധിക്കും, ഈ ആനുവൽ റിപ്പോർട്ടുകളിലും പ്രസ് റിലീസുകളിലും ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് യു ഷുഡ് ക്യാരി ചാർട്ട്സ്, ഫോട്ടോസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് CSR ആക്ടിവിറ്റീസ്. അത്യാവശ്യത്തിന് ഫോട്ടോസ് എന്തെങ്കിലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അടക്കം, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചാർട്ടുകൾ വേണമെങ്കിൽ, ഇപ്പോൾ ഒരു കുറച്ചധിക കാലം നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് ആണ്, നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിളാണത്. എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് മാത്രം അത് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 5 കൊല്ലോ 6 കൊല്ലോ ഒക്കെ എടുക്കുന്ന പ്രൊജക്റ്റ് ആയിരിക്കും അത്. ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്, ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് നമുക്ക് ആ അവെയർനെസ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും, വർക്ക്ഷോപ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. സോ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിത്ത് ഫോട്ടോസ് നമുക്ക് എവിടെ പ്രസിദ്ധീകരിക്കാവുന്നതാണ്, ഇതുപോലുള്ള ന്യൂസ് ലെറ്ററുകളിലും മാഗസീനുകളിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദി 7 important steps to be followed for the implementation of CSR. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ഫസ്റ്റ് വൺ, ലുക്കിംഗ് ഫോർ ദ റൈറ്റ് കോഴ്സ് ഓർ സെലക്ടിങ് ദ റൈറ്റ് activity for CSR. Second one, involving your customers also in CSR activity. Third one, installing a scoreboard or scorecard. Fourth one, utilizing the effectiveness of social media. Fifth one, having a tie-up with the NGOs. Sixth one is publicity, and seventh one is annual reports and newsletters. So these are the important steps. And next we can see what are the important limits to corporate social റെസ്പോൺസിബിലിറ്റി. നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു 7 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ ലിമിറ്റേഷൻസ് അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഈ CSR ആക്ടിവിറ്റി നമുക്ക് ഭയങ്കര ഐഡിയാസൊക്കെ ഉണ്ടാവും. CSR ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ആ പ്രോബ്ലം നമുക്ക് ടേക്കപ്പ് ചെയ്യാം, ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതേസമയം ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ലിമിറ്റ്സ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഫിനാൻഷ്യൽ വയബിലിറ്റി ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ വയബിലിറ്റി? ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വി ഹാവ് സോ മെനി ഐഡിയാസ് അബൌട്ട് CSR ആൻഡ് CSR ആക്ടിവിറ്റീസ്. We have that much efficiency and we have abled and efficient laborers to perform all those activities, but at the same time finance is an important problem. ആവശ്യത്തിന് പൈസ സ്വരൂപിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആൻഡ് ദേ ഹാവ് ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ്, employees should be satisfied, at the same time suppliers should be satisfied, and we should earn that much profitability also, and some amount of profitability should be kept for future. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചില സത്യങ്ങളാണ്. അതേസമയം ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി CSR ആക്ടിവിറ്റിക്ക് വേണ്ടി എത്ര നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, തീരുന്നത്. ആൻഡ് when we think of average and below average businessmen who find it already difficult to make both the ends meet, imposing social responsibilities and adding insult to injury. സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു മിഡിൽ അതുപോലെ തന്നെ സ്മോൾ സൈസ്ഡ് ബിസിനസ് പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരോട് CSRും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്. അതെന്താ? ഇറ്റ്സ് എൻ ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. മുറിവ് പറ്റി ഇരിക്കുന്നൊരു വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. സോ ഫിനാൻഷ്യൽ വയബിലിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ to the implementation of this CSR. And second one, രണ്ടാമത് നമ്മൾ പറയുന്നത് lack of social skill.
ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൊസൈറ്റിയോട് ഇടപെടാനും സൊസൈറ്റിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലേ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് ഈസിലി മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരം കണ്ടെത്താനും ഒക്കെയുള്ള സ്കില്ല്, അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ സ്കില്ല്. സാധാരണ രീതിയിൽ എല്ലാ മനുഷ്യന്മാർക്കും ഈ സോഷ്യൽ സ്കില്ലുണ്ട്. അതേസമയം ചിലരിൽ അത് വളരെ ഏറിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിനൊക്കെയുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ വളരെ ഉണ്ടായിരിക്കും. അതേസമയം എല്ലാവർക്കും ഈ ഒരു സോഷ്യൽ സ്കില്ല് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, എല്ലാ ബിസിനസ് പേഴ്സൺസിനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോഷ്യൽ സ്കില്ല് അവർക്ക് ഉണ്ടാവണമെന്നില്ല. സോ they can't identify which are the various social problems and which type of social problem they should taken up എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. മനസ്സിലാക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം CSR എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടിയായിട്ട് അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും, അവശേഷിക്കുകയും ചെയ്യും. ബിസിനസ്മെൻ എൻഡോർഡ് വിത്ത് ബിസിനസ് സ്കിൽസ് enter the field to earn profits and they are often lacking in social skills which limits their ability. സാധാരണ ബിസിനസ് പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും ഈ ഒരു സോഷ്യൽ സ്കില്ല് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് all of these business persons are overburdened with organizational problems. Overburdened. And what do you mean by overburdened? Overburden ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലോ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ആകെ വിഷമത്തിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അമിത ഭാരം അവരിലുണ്ട്. ഈ അമിത ഭാരത്തിന് പുറമെയാണ് ഈ CSR എന്ന് പറയുന്ന വേറൊരു ഭാരം കൂടി അവരുടെ തലയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കയറ്റിവെക്കാൻ പോകുന്നത്. സോ പലപ്പോഴും അവർക്കത് ഒരു ബിസിനസ് മാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത്യാവശ്യം കൺസ്യൂമേഴ്സിനത് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് ക്വാളിറ്റി ഗുഡ്സ്, അതുപോലെ തന്നെ റീസണബിൾ, ഇതിൻ്റെയൊക്കെ ഫോമിൽ അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എംപ്ലോയീസിനൊരു വിഹിതം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതിന് ഇടയിൽ വേറെ രീതിയിലുള്ള സൊസൈറ്റലായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് അവർക്ക് നേരമില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവർക്കില്ല, അതിനുള്ള ഒരു വേദിയല്ല ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് അക്യൂട്ട് കോമ്പറ്റീഷൻ, ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ, ടാക്സ് ബർഡൻ, ലേബർ ലെജിസ്ലേഷൻസ് എക്സെട്ര ആർ ക്രഷിംഗ് ദ ബിസിനസ്മാൻ. അല്ലേ, ക്രഷിംഗ് ദ ബിസിനസ്മാൻ. അക്യൂട്ട് കോമ്പറ്റീഷൻ വളരെ ഉയർന്ന തോതിലുണ്ട്. റോ മെറ്റീരിയൽസ് ആവശ്യത്തിന് എന്ത് ചെയ്യാനില്ല, കിട്ടാനില്ല. ടാക്സിൻ്റെ ഭാരം വേറൊരു സ്ഥലത്തുണ്ട്. ലേബർ എംപ്ലോയീസ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ്, ഞങ്ങൾക്കത് വേണം, ഇൻസെൻറ്റീവ് വേണം, ഞങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ആർക്ക് ദുരിതം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ബിസിനസ്സുകാരന് ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്ത് പ്രാക്ടിക്കലല്ല, CSR പ്രാക്ടിക്കലല്ല. ഇനി നാലാമത് പറയുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോപ്പറേഷൻ ആൻഡ് യൂണിറ്റി എമംഗ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി. ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ചില പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള സഹകരണമില്ലായ്മ. അല്ല, ഒരു CSR പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ബിസിനസ് കൺസേൺസും ഒരേപോലെ ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അല്ലേ, അത് പലപ്പോഴും സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട് സാധിക്കുക. ഇനി ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ലീഡേഴ്സായിട്ടുള്ള ബിസിനസ് കൺസേണുകൾ ഉണ്ടായിരിക്കും. അവർ തീരുമാനിച്ചെങ്കിൽ തന്നെ പലപ്പോഴും ഈ CSR ആക്ടിവിറ്റീസ് പ്രാബല്യത്തിൽ വരുത്താനായിട്ട് എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം ചെറിയ ചെറിയ കൺസേൺസ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്കും നല്ല നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ്, ലൈക്ക്വൈസ് ഇറാഡിക്കേഷൻ ഓഫ് ഡ്രഗ് അഡിക്ഷൻ എമംഗ് ദ യൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐഡിയാസ് അവർക്കുണ്ടായിരിക്കും. അതേസമയം പലപ്പോഴും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ
ലീഡേഴ്സായിട്ടുള്ള ബിസിനസ് കൺസേൺസ് ഇതുപോലുള്ള സോഷ്യൽ പ്രോബ്ലങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഈവിൾസിന് കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഈവിള്, അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ലീഡേഴ്സായിട്ടുള്ള ബിസിനസ് കൺസേൺസ്. സോ അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു നല്ല കാര്യവും എന്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്, സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഗവൺമെൻറ്റൽ സപ്പോർട്ട്. ഈ CSR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. ഗവൺമെൻറ്റ്സ് ആർ അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഷുഡ് ടേക്ക് അപ്പ് പ്രോഗ്രാംസ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ലൈക്ക് റണ്ണിങ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പൊല്യൂഷൻ കൺട്രോൾ സെൻറ്റേഴ്സ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തേണ്ട ചുമതലയാണ്, അത് ബിസിനസ് കൺസേൺസ് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അതിന് നേരില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ഓർഗനൈസേഷനുകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും സ്കൂളുകളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നല്ല നല്ല ഹോസ്പിറ്റലുകളുടെ റണ്ണിങ്, ഇതിനോടൊക്കെ അനുബന്ധിച്ച് പ്രൈവറ്റ് ഓർഗനൈസേഷന് ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും ഗവൺമെൻറ് അതിൽ നിന്നും പതിയെ അകന്നു മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രൈവറ്റ് കമ്പനീസിന് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനുകൾക്ക് അത് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഗവൺമെൻറ്റിൻ്റെയും കൂടി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെയും കൂടി ആ ഒരു എയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, കാഴ്ചവെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു വലിയൊരു കുറവ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് ഓവർ ബർഡൻഡ് വിത്ത് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. നാലാമത്തെ ലാക്ക് ഓഫ് കോപ്പറേഷൻ ആൻഡ് യൂണിറ്റി എമംഗ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്. അഞ്ചാമത്തെ ലാക്ക് ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട്. ഇത്രയാണ് അതിൻ്റെ എന്തായിട്ട് പറയുന്നത്, നമ്മൾ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് there are some important guidelines about selection and implementation for this CSR. ചില പ്രധാനപ്പെട്ട നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. അതിനെടുക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ്, അതിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ദെൻ അത് ഒരു 5 പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 5 പോയിൻറ്റ്സ് 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് ദ റെപ്യൂട്ടേഷൻ റിസ്ക്. Companies manufacturing well-known brands of products should be extra careful about this CSR activities. അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനീസ്, അതായത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഫീൽഡിൽ പയറ്റി തെളിഞ്ഞവരാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനുകളാണെങ്കിൽ അവരേറ്റെടുക്കുന്ന CSR ആക്ടിവിറ്റീസ് കറക്റ്റാണോ, ശരിയാണോ, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണോ എന്ന് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ കെയർ എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അവിടെ എടുക്കുന്ന ഡിസിഷനിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകപ്പിഴവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റെപ്യൂട്ടേഷനെ, കംപ്ലീറ്റ് ഐഡൻറ്റിറ്റിയെ അതെന്ത് ചെയ്യും, തകിടം മറിക്കും. അപ്പോൾ അതുണ്ടാവാനായിട്ട് പാടില്ല. സാധാരണ കമ്പനികളാണ് ഇതുവരെയും അങ്ങനത്തെ വലിയ റെപ്യൂട്ടേഷനോ അധികം ഇമേജോ ഇല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ അവരെടുക്കുന്ന CSR ആക്ടിവിറ്റി സ്വല്പം മോശമായാലും അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ല. അതേസമയം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെപ്യൂട്ടേഷൻ എന്ത് ചെയ്ത് പോവും എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻ, CSR ആക്ടിവിറ്റീസ് ക്ലോസ്ലി കണക്റ്റഡ് ടു എംപ്ലോയ്മെൻറ്റ് നീഡ്സ് ഓർ പ്രൊഡക്റ്റ് സെയിൽസ് ബ്രിങ് ഔട്ട് മെഷറബിൾ ബെനിഫിറ്റ്സ് ടു ദ കമ്പനി. For example, famous computer industries like Microsoft and IBM took projects to
spread computer literacy and science education among students throughout the world. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എടുക്കുന്ന CSR ആക്ടിവിറ്റി നേരിട്ടോ അല്ലാതെയോ അതിൻ്റെ തന്നെ പ്രോഡക്റ്റുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സർവീസുകളെയോ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പാകത്തിന് ഉള്ളതായിരിക്കണം. അതിനൊരു ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫേമസ് കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ആൻഡ് IBM. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു CSR ആക്ടിവിറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ അത് ചെയ്യുന്നുണ്ട്. അതെന്ത് ആക്ടിവിറ്റി അവർ ചെയ്യുന്നത്? സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും പാവപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം അവർ കൊടുക്കണേ? കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സയൻസ് റിലേറ്റഡ് കമ്പ്യൂട്ടർ ഇസ് എ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർ. ഇറ്റ്സ് എ സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റി. At the same time, it improves their products and services sales also. അല്ലേ? ആ ഒരു ചെറിയൊരു ടെക്നിക്ക് അല്ലേ, ചെറിയൊരു ടാക്ടിക്സും കൂടി അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഏത് തരം ഓർഗനൈസേഷനും ആയിക്കോട്ടെ, നമ്മൾ ഏറ്റെടുക്കുന്ന CSR എന്ന് പറയുന്നത് ഡയറക്റ്റായോ അല്ലാതെയോ നമ്മുടെ തന്നെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സർവീസുകളെയോ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി മൂന്നാമത്തത്, സക്സസ്ഫുൾ CSR പ്രോഗ്രാംസ് മേക്ക് യൂസ് ഓഫ് കമ്പനീസ് കോർ കോമ്പറ്റൻസി. And what is core competency? കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പെക്യൂലിയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് നോൺ ആസ് കോർ കോമ്പറ്റൻസി. പെക്യൂലിയർ അഡ്വാൻറ്റേജ്, അത് റോ മെറ്റീരിയൽ ആയിരിക്കാം, എഫിഷ്യൻ്റ് മാനേജ്മെൻ്റ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ടെക്നോളജി ആയിരിക്കാം അല്ലേ. സിമിലർ ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് കമ്പനീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർ കോമ്പറ്റൻസികളായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ പ്രൊഡക്റ്റിന് മാത്രമായിട്ടുള്ള ആ ഒരു സവിശേഷത, ആ സവിശേഷതയെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം? അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്തിരിക്കണം? സാധിച്ചിരിക്കണം എന്നുള്ളത്. മാക്സിമം അത് മേക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, കൊക്കക്കോള uses its formidable marketing ability through advertising campaigns in 50 countries to combat AIDS by distributing literature, condoms and testing kits all over the world. അല്ലേ? കൊക്കക്കോള എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് എന്ന് നമുക്കറിയാം. കൊക്കക്കോളയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹാവ് ദാറ്റ് മച്ച് എഫിഷ്യൻസി ടു ഗീവ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാനുള്ള അതാണ് അതിൻ്റെ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ്സ് വിവിധ രാജ്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാനായിട്ടുള്ള അതിൻ്റെ കോമ്പറ്റൻസി, അതാണ് അതെന്ത് ചെയ്തിരിക്കുന്നത്? മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്? ഏത് പർപ്പസിന്? ഒരു CSR ആക്ടിവിറ്റിയും കൂടി അതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. എന്ത് ആക്ടിവിറ്റിയാണ്? എയ്ഡ്സ് അവെയർനെസ്, എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ചില ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ചില ആക്സസറീസും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ദാറ്റ് മച്ച് കപ്പാസിറ്റി, ദേ ആർ കേപ്പബിൾ ടു ഗീവ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്, അതിനുള്ള ഫിനാൻഷ്യലായിട്ടുള്ള വയബിലിറ്റി അവർക്കുണ്ട്. തീർച്ചയായിട്ടും അത് അവർ മാക്സിമം എന്ത് ചെയ്യാണ്? യൂട്ടിലൈസ് ചെയ്യാണ്. Okay, so that is improving the core competency. And the next one is, fourth one is, CSR in companies should identify a strategy that best suits its services. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സർവീസുകളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു സമീപനമായിരിക്കണം CSRൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. ആൻഡ് സച്ച് ആക്ഷൻസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇൻ വേരിയസ് ഏരിയാസ്. അതിലിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മക്ഡൊണാൾഡ് പ്രൊവൈഡ്സ് accommodation near hospitals to families of seriously ill children undergoing
treatment, and such actions help to promote family-friendly atmosphere in restaurants. McDonald എന്ന് പറയുന്ന കമ്പനീസ് സീരിയസ്ലി ഇല്ലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കഴിയുന്ന ചെറിയ കുട്ടികൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഫാമിലീസും ഒപ്പം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലേ. പ്രത്യേകിച്ച് അവർ എന്താ പറയുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒപ്പം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിന് സമീപം തന്നെ അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആരൊരുക്കി കൊടുക്കുന്നു? മെക്ഡൊണാൾഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കൊച്ചുകുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണതെന്നും നമുക്കറിയാം. സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സോഷ്യൽ പ്രവർത്തനം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സർവീസിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസായിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എങ്കിലും അവിടെ പ്രൊഡക്റ്റ് ആയിരുന്നു, ഇവിടെ സർവീസ് എന്നുള്ളൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡയലോഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. Dialogue with the stakeholders. We should have that much correlation and that much communication with our stakeholders, with our consumers, with our employees, so that they should also make the necessary suggestions and opinions regarding the conduct of this corporate social responsibilities. And CSR means more than promulgating a company's own values and principles, and it also depends on understanding the values and principles of those who have a stake in its operations. കമ്പനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ തന്നെ കമ്പനിയിൽ ആർക്കൊക്കെ സ്റ്റേക്ക് ഉണ്ടോ, സ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഇൻട്രസ്റ്റ് ഉണ്ടോ, അവരോടൊക്കെ നമ്മൾക്ക് ചോദിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ നമുക്ക് മാത്രം ഒരു അഭിപ്രായം എടുത്തപ്പോൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു, അത് നടപ്പിലാക്കി എങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവരോടും കൂടി ഒരു അഭിപ്രായം ചോദിച്ചത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനാവശ്യത്തിന് സപ്പോർട്ട്, പിന്നീട് തിരിഞ്ഞ് എന്താ പറയുക, എന്തെങ്കിലും രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെയും കൂടി സപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്തെന്ന് കിട്ടിയെന്ന് വരും. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് നീഡ്സ് ആൻഡ് ഔട്ട്ലുക്സ്. മറ്റുള്ളവരുടെ നീഡ്സ്, മറ്റുള്ളവരുടെ ഔട്ട്ലുക്സ് ഇതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും ഉള്ളൊരു അവസരം കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെറിയ കുറച്ച് ടിപ്പുകളാണ് ഈ ഗൈഡ് ലൈൻസിലൂടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഏതൊക്കെ ടിപ്സാണ് നമുക്കിപ്പോൾ തന്നത്? ഫസ്റ്റ് ടിപ്പ് ഏതായിരുന്നു? റെപ്യൂട്ടേഷൻ ഒരിക്കലും അതെന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. സോ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. രണ്ടാമത് നമ്മൾ കണ്ടത് നമ്മുടെ പ്രോഡക്റ്റുകളുടെ സെയിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു CSR ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ കണ്ടത് ഷുഡ് ഇംപ്രൂവ് ഇറ്റ്സ് കോർ കോമ്പറ്റൻസിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിന് സാധിക്കണം, അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതിന് സാധിക്കണം. നാലാമത് നമ്മൾ കണ്ടത് ഷുഡ് ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജി ടു ദാറ്റ് ബെസ്റ്റ് സ്യൂട്ട്സ് ഇറ്റ്സ് സർവീസുകൾ ഏറ്റവും നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ചേർന്ന് പോകുന്ന CSR ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് അഞ്ചാമത് നമ്മൾ പഠിച്ചത് വി ഷുഡ് ഹാവ് എ dialogue or we should have a communication with our stakeholders before implementing these CSR activities. ഇങ്ങനെ 5 ടിപ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, കണ്ടത്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യത്തെ ടോപ്പിക് ഏതായിരുന്നു? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR. രണ്ടാമത് നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ ലിമിറ്റ്സ് ഓർ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR. മൂന്നാമത് നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ വേരിയസ് ഗൈഡ് ലൈൻസ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ഓർ വേരിയസ് ടിപ്സ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR. ഈ 3 ടോപ്പിക്കുകളും പരസ്പരം റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു. അത്യാവശ്യം പോയിന്റുകളൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. സോ വളരെ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. സോ വിത്ത് ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദിസ് ക്ലാസ് ആൻഡ് we can see in the next class. Thank you.